ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് റോമിലാണ്. ആൻഡ് റോം ഈസ് സെലിബ്രേറ്റിംഗ് 2778 ഇയേഴ്സ്. സോ ഏപ്രിൽ 21 റോം 2778 ഇയേഴ്സ് ആയത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി പോപ്പ് ഫ്രാൻസിസ് പാസ്ഡ് അവേ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പ്ലേസ് ഈസ് സൂപ്പർ ക്രൗഡഡ്. കാരണം ഒന്നാമത് ജൂബിലി ഇയർ ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് പോപ്പ് ഫ്രാൻസിസിൻ്റെ മരണവും അതിനൊരു റീസൺ ആണ്. ആൻഡ് ഐ വിൽ ഷോ യു അറൗണ്ട്. ആൻഡ് ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ദ റോമൻ സിറ്റി ഇറ്റ്സെൽഫ് ഇസ് സോ ഡാം ബ്യൂട്ടിഫുൾ. എല്ലാ ബിൽഡിങ്സിനും അതിൻ്റേതായ ഭംഗിയും പ്രത്യേകതയും ഉണ്ട്. എനിക്ക് എൻ്റെ ഹംപി വീഡിയോസ് കണ്ടവർക്ക് അറിയായിരിക്കും, പേഴ്സണലി എനിക്ക് ഈ സ്ട്രക്ചറൽ ആർക്കിടെക്ചറൽ മാർവലസ് ആയിട്ടുള്ള സംഭവങ്ങളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ആൻഡ് സോ ഐ തിങ്ക് ദിസ് ഈസ് മസ്റ്റ് വിസിറ്റ് പ്ലേസ്. എന്നെപ്പോലെ കാണാൻ ആഗ്രഹമുള്ള എൻ്റെ ടേസ്റ്റുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു പ്ലേസും കൂടെയാണിത്. സോ ടു സ്റ്റാർട്ട് വിത്ത് എൻ്റെ റോം വ്ളോഗ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തതെന്നുള്ളത് ആസ് യൂഷ്വൽ ഞാനൊരു ഹോസ്റ്റലാണ് ചൂസ് ചെയ്തത്. ആൻഡ് ദ പ്ലേസ് വാസ് ട്രസ്റ്റേവരെ. ഹോസ്റ്റലിൻ്റെ പേരും ഹോസ്റ്റൽ ട്രസ്റ്റേവരെ എന്നാണ്, ബിക്കോസ് ഇറ്റ്സ് ചീപ്പ്. ഹോസ്റ്റലിനുള്ളൊരു കുട്ടിയാണ് എനിക്ക് ഗുരു വാക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എ വാക്കിംഗ് ഗൈഡാണ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്കൊരു സെറ്റ് ഓഫ് പ്ലേസസ് ചൂസ് ചെയ്യാം. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവരൊരു പ്ലേസ് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി അവിടെ എത്തിയിട്ട് അവർ ടൂർ സ്റ്റാർട്ട് ചെയ്യും. സോ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. വിക്ടർ ഇമ്മാനുവൽ II മോണ്യുമെന്റ് ആണ് ഇത്. ഈ മോണ്യുമെന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിറ്റി ഓഫ് ഹോംലാൻഡും ഫ്രീഡം ഓഫ് സിറ്റിസൺസുമാണ്. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ട്രാജൻസ് കോളം കാണാൻ വേണ്ടിയിട്ടാണ്. അതിനടുത്ത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരുപാട് ഇന്ത്യൻസിനെ കണ്ടു. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എവിടെ പോയാലും ഇന്ത്യൻസ് ഉണ്ടാവുമല്ലോ. ഇവിടെ ഞാൻ എവിടെ തിരിഞ്ഞാലും ഇന്ത്യൻസിനെ കാണാറുണ്ട്. When they were putting the huge statues of them, and for sure we cannot imagine the Trajan's column without the statue of Trajan. However, we can, because the guy who is on top of the column is not Trajan at all. So I have a zoomed in picture here. I will not reveal his name so far. Let every one of you to see him, and let's try to guess who is on the top of the column. So that's a quite famous character. So you might recognize him. He has very particular details here. So let me first. സോ ബേസിക്കലി ഇയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രാജൻസ് കോളം എന്നാണ് പേരെങ്കിലും അതിൻ്റെ മേളിലുള്ള സ്റ്റാച്യു ട്രാജൻ്റെ അല്ല, അത് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ആണ്. പിന്നെ അവിടുന്ന് നേരെ പോയത് റോമിൻ്റെയും വത്തിക്കാൻ്റെയും ഒരു മിഡിൽ സ്ഥലം പോലത്തെ ഒരു ഇതാണ്. ഇപ്പുറത്തെ ബിൽഡിംഗ് വത്തിക്കാനായിരിക്കും, ഇപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെത് റോം ആയിരിക്കും. സോ അത് ഐഡൻറ്റിഫൈ ചെയ്തത് അവിടുത്തെ ഫ്ലാഗ്സ് വെച്ചിട്ടാണ്. ഹൗ പീസ്ഫുൾ അല്ലേ രണ്ട് കൺട്രീസ് ആണെങ്കിലും. അവിടുന്ന് നേരെ പോയത് ട്രെവി ഫൗണ്ടെയിൻ ആണ്. സോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഈ ഇൻസ്റ്റാഗ്രാമേഴ്സിനും ഒക്കെ അറിയുന്ന ഒരു പ്ലേസ് ആണിത്. കാരണം ഇവിടെ എപ്പോൾ പോയാലും തിരക്കായിരിക്കും. പീപ്പിൾ വിൽ ഗോ ദെയർ, ടേക്ക് ഫോട്ടോസ്, വീഡിയോസ്. ഈവൻ ഞാൻ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ ഉണ്ടെങ്കിലും അത്രയ്ക്കൊരു ഇൻഫ്ലുവൻസർ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് ഫോട്ടോസും വീഡിയോസൊന്നും ഞാൻ എടുക്കാറില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും യൂട്യൂബല്ലേ ഇപ്പോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തത് ഗൈസ്. ഓൾസോ ഞാൻ വാക്ക് ഗുരുവിൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ടാവും. സോ ഓരോ സ്ഥലത്ത് അവർ പറയും, ഓക്കെ നിങ്ങൾ ഈ 15 മിനിറ്റ്സിൽ പോയിട്ട് വരുമോ. കാരണം അവരിത് എക്സ്പ്ലെയിൻ ചെയ്യും, പിന്നെ നമ്മൾ പോയിട്ട് സ്ഥലം കാണിക്കും, അടുത്ത സ്ഥലം പോകണം. അതൊക്കെ ഈ ഒരു 2.5 hours തീർക്കണ്ടേ. സോ ഞാൻ വിചാരിച്ചു ഇവരുടെ കൂടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എവിടെ എന്തൊക്കെ സ്ഥലങ്ങൾ എന്നുള്ളതൊക്കെ കണ്ടിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു റൗണ്ട് തന്നെ ഒന്ന് അടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടുമല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ. ട്രെവി ഫൗണ്ടെയിന് ശേഷം ഞങ്ങൾ പോയത് പാന്തിയോണിലാണ്. ഇവിടുത്തെ ഡോം എന്ന് പറയുന്നത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ്. ഈ പാന്തിയോൺ നല്ല ഹ്യൂജാണ്. സോ ഞാൻ അതിന് ചുറ്റും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. ഞാൻ റോം വിസിറ്റ് ചെയ്തത് ഈസ്റ്റർ ഹോളിഡേയ്സിൻ്റെ ടൈമിലാണ്. അത് കൂടാണ്ട് ആ ടൈമിൽ തന്നെയാണ് പോപ്പ് മരിച്ചതും. സോ എല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ എനിക്ക് പറ്റിയ ചേർച്ചസിൻ്റെ ഉള്ളിലൊക്കെ പോയി. അവിടത്തേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഏസ്തെറ്റിക് ഫീൽ കിട്ടും നമുക്ക്. സോ ഈ ചർച്ച് ഏതാണെന്ന് വെച്ചാൽ ചിയാസ ദി സെൻറ്റ് ലിനാസിയോ ഡി ലോയോള. ഇതാണ് പ്രൊനൗൺസിയേഷൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇതൊരു ബറോക്ക് ചർച്ചാണ്, റോമിലുള്ളൊരു ബറോക്ക് ചർച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഇല്യൂഷൻ, ഇമേജസ്
ഇവിടെയൊക്കെ കൊത്തുപണിയായിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഈ ചേർച്ചിൻ്റെ മേലോട്ടൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ ഒരു 3D എഫക്റ്റിൽ നമുക്ക് ഈ പല ഇമേജസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്തത് ആരാന്ന് വെച്ചാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ആൻഡ്രിയ പോസോ എന്നാണ് അയാളുടെ പേര്. ഞാൻ എപ്പോഴും ഈ ആൻഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പം എപ്പോഴും എന്നെ വണ്ടർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് ഹൗ മാർവലസ്ലി ദേ ഹാവ് ഡൺ ഓൾ ദീസ് ആർട്ടിസ്റ്റിക് റിലേറ്റഡ് തിങ്സ്. പിന്നെ ഈ ചർച്ചിൽ ഒരു വലിയ ലൈൻ കാണാം. അത് പ്രാർത്ഥിക്കാനോ എൻ്റർ ചെയ്യാനോ ഉള്ള ഒരു ലൈനല്ല, അവിടെ ഒരു മിററുണ്ട്. ആ മിററിൽ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഒരു വലിയ ക്യൂ തന്നെ നിൽക്കുന്നത്. സോ ഇതിൽ എന്താ കാണാമെന്ന് വെച്ചാൽ സീലിങ്ങിലുള്ള ആ ഇമേജസ് ഇല്ലേ, അതൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാരണം അവർക്ക് ഇങ്ങനെ കുറച്ചും കൂടെ കാണാൻ പറ്റും. സോ ഇതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ലൈക്ക് ഇടയിൽ ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു. ടിക്ടോക്കോ ഇൻസ്റ്റഗ്രാമോ സംതിങ് ഏതോ സോഷ്യൽ മീഡിയ വഴി ഇത് ഫേമസ് ആയ പിന്നെ ഇവർ €1 കോയിൻ ഇട്ടാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. സോ ഇതിന് മുന്നേ വരെ അങ്ങനെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഓഫ് കോഴ്സ് അവർക്കും ഒരു ബിസിനസ് വേണമല്ലോ. ആക്ച്വലി ഇറ്റലിയിൽ കൂടുതലും പുറത്തുനിന്നുള്ള കുട്ടികളൊക്കെ വരുന്നത് ഈ ആർക്കിടെക്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഐ യൂസ് ടു വണ്ടർ വൈ ടിൽ ഐ വിസിറ്റഡ് റോം. കാരണം അവിടെ പോയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൈ പീപ്പിൾ ആർ കമ്മിങ്. കാരണം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റോം എന്ന് പറയുന്നത് ഒരു മ്യൂസിയം അണ്ടർ സ്കൈ ആണ്. കാരണം നമ്മൾ എവിടെ തിരിഞ്ഞാലും നമുക്കതിനനുസരിച്ചിട്ടുള്ള സ്ട്രക്ചേഴ്സും ഹിസ്റ്ററിയും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ യൂറോപ്യൻസിന് ഇൻ ജനറൽ ഈ ഫൗണ്ടെയിൻസിൻ്റെ അടുത്തൊക്കെ കുറച്ച് താല്പര്യം കൂടുതലാണ്. അതുകൊണ്ട് എവിടെ തിരിഞ്ഞാലും ഫൗണ്ടെയിൻസും കാണാൻ പറ്റും. പിന്നെ ഈ ട്രെവി ഫൗണ്ടെയിനിൻ്റെ പിന്നിൽ ഒരു വിശ്വാസമുണ്ട്. അതായത് ഇപ്പം നമ്മൾ തിരിഞ്ഞു നിന്ന് കണ്ണടച്ച് റൈറ്റ് ഹാൻഡ് വഴി ലെഫ്റ്റ് ഷോൾഡറിലൂടെ ഈ വാട്ടർ ബോഡിയിലേക്ക് നമ്മളൊരു കോയിൻ എറിഞ്ഞാൽ നമുക്ക് ആ സിറ്റിയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും എന്നാണ് വിശ്വാസം. സോ ഇവിടുത്തെ ഈ വാട്ടറിൽ ഇഷ്ടം പോലെ കോയിൻസ് കാണും. അപ്രോക്സിമേറ്റ്ലി €3000 ഒക്കെ ഉണ്ടാവും ഒരു ദിവസത്തെ ഈ ഫൗണ്ടെയിനിൽ മാത്രം എറിയുന്ന കോയിൻസ്. ഇത് പക്ഷെ പോകുന്നത് ഈ വത്തിക്കാൻ ഈ ചേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അവർ ഈ ചാരിറ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് സ്പാനിഷ് സ്റ്റെപ്സ്. കണ്ടോ എത്ര ആൾക്കാരാണ്. ഞാൻ ഇത്തിരി ദൂരെ നിന്ന് വീഡിയോ എടുത്തത് കൊണ്ട് ആ ലൈന് ഫുള്ള് ആൾക്കാരാണ്. അത്രയും തിരക്കുണ്ടായിരുന്നു. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ദെയർ ഇതുപോലെ ഫോട്ടോ ഒക്കെ എടുത്താൽ അവിടുന്ന് പോലീസ് വന്ന് ഫൈൻ അടിക്കും. അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്നൊന്നും ഫോട്ടോ എടുക്കാൻ പോയില്ല. കുറച്ച് നിന്നിട്ട് മാത്രം ഫോട്ടോസ് എടുത്തതേ ഉള്ളൂ. ബട്ട് ദ വ്യൂ വാസ് ബ്യൂട്ടിഫുൾ. അതിലൂടെ നമുക്ക് കയറിയാൽ കുറച്ച് മേലെ എത്താൻ പറ്റും. 135 സ്റ്റെപ്സോളം ആണ് ഈ സ്പാനിഷ് സ്റ്റെപ്സിലുള്ളത്. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ടോപ്പിൽ നിന്നുള്ള വ്യൂസ് ആണ് ഈ കാണുന്നതെല്ലാം. സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഐ എം വെരി ബാഡ് അറ്റ് വീഡിയോഗ്രാഫി. പക്ഷേ സ്റ്റിൽ ഐ ട്രൈ ടു ക്യാപ്ചർ മൈ ലെവൽ ബെസ്റ്റ്. കാരണം അത്രയും അടിപൊളിയായിരുന്നു. എനിക്ക് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഭയങ്കര ദൂരേന്ന് കാണുമ്പോൾ അതിൻ്റേതായൊരു ഭംഗി, ലൈക്ക് ഫുൾ സിറ്റി കാണുമ്പം പ്രത്യേക രീതിയിൽ അവരിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നടന്ന് ഞാൻ വിക്ടർ ഇമ്മാനുവൽ 2 മോണ്യുമെൻറ്റിൻ്റെ അവിടെ പോയി വൈകുന്നേരം. രാവിലെ ഞാൻ പുറത്തുനിന്നേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈവനിങ് ആയപ്പോൾ അകത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചു. കുറച്ച് അകത്ത് കയറിയിട്ട് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. 2 സെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ അനങ്ങില്ല. അവർ കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ അവരുടെ കൃഷ്ണമണി അനങ്ങുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. കണ്ടോ ക്ലൈമറ്റ്? അധികം ചൂടും ഉണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ച് വിൻഡി ആയിരുന്നു. ആകെ എനിക്കുള്ള പ്രശ്നം ക്രൗഡായിരുന്നു. അതിപ്പം എന്നെയൊക്കെ കാണുമ്പോൾ ആൾക്കാരും പറയുമ്പോൾ ക്രൗഡാണ് പ്രശ്നം. കാരണം നമ്മളെല്ലാവരും പോകുന്നതുകൊണ്ടാണല്ലോ ക്രൗഡ് ഇങ്ങനെ ആവുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ ആ മോണ്യുമെൻറ്റിൻ്റെ ഉള്ളിൽ. ഹിസ്റ്ററി ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. കാരണം അവരെല്ലാവരും എക്സ്പ്ലെയിനേഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ ചുമ്മാ ഈ റോമൻ ഫോറത്തിൻ്റെ ഉള്ളിലൂടെയല്ല, ആൻഡ് ഉള്ളിൽ ഞാൻ 3rd ഡേ പോയി, പുറത്തൂടെ ഇതുപോലെ നടന്നു. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഈ റോമൻ ഫോറത്തിൻ്റെ ഏരിയ ആണ്. സോ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഏതാ ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് റോമിൽ ഏറ്റവും ഇഷ്ടമായത് ഈ റോമൻ ഫോറമാണ് എന്ന്. കാരണം ഐ ഡോണ്ട് നോ, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ഫോർ മീ. എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് റോമൻ ഫോറം ആണ്. ആ വീഡിയോ ഞാൻ ടുവേർഡ്സ് ദി എൻഡ് കാണിച്ചു തരാം.
ഈ കാണുന്നതാണ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഗായ്. ലൈക്ക് റോം എന്ന് കേൾക്കുമ്പോഴേ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കൊളോസിയം. ഇതിൻ്റെ അകത്ത് ഞാൻ 3rd ഡേയാണ് പോയത്. ഞാനിനി നെക്സ്റ്റ് ഡേ കാണിച്ചു തരാം. ഞാനിപ്പം വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ ക്യൂവിലാണ്. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ ടിക്കറ്റായിട്ട് എടുക്കാം. ഞാൻ വന്ന ദിവസമേ വത്തിക്കാനിലാണ് വന്നത്. കാരണം എനിക്ക് ബസിലിക്ക ചർച്ചിൻ്റെ ഉള്ളിൽ കാണണമായിരുന്നു. പക്ഷേ പോപ്പ് മരിച്ചത് കൊണ്ട് തന്നെ അവിടെയാണ് ലൈക്ക് പൊതുദർശനത്തിന് വെക്കുന്നത്. സോ അതിൻ്റെ മുന്നത്തെ ദിവസം, അതായത് 22nd ഞാനിവിടെ വന്നത് വത്തിക്കാനിൽ. ആദ്യത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ റോം കറങ്ങുക, എന്നിട്ട് ലാസ്റ്റ് വത്തിക്കാൻ വരിക, വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് വത്തിക്കാൻ വന്നു, എന്നിട്ട് ബസിലിക്ക ചർച്ചിൽ പോയി. പക്ഷേ ആ ദിവസം മ്യൂസിയത്തിൽ ടിക്കറ്റ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. ഈവൻ ഇന്ന് കിട്ടാനില്ല. ഓൺലൈനിൽ എന്താവുമെന്ന് വെച്ചാൽ 1 മാസം മുന്നേ വരെ ടിക്കറ്റ് ഓപ്പൺ ചെയ്യും. പക്ഷേ ഈ പ്രൈവറ്റ് കമ്പനീസ് വന്നിട്ട് ഇതൊക്കെ വാങ്ങിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് അവരിങ്ങനെ ചോദിക്കും, ഈ ടിക്കറ്റ് വേണോ, ആ ടിക്കറ്റ് വേണോ. ആൻഡ് അതെന്ന് പറഞ്ഞാൽ ഡബിളത്തെ പ്രൈസാണ്. ഡബിളും അല്ല, അതിലും കൂടുതലാണ്. അവർ 50 യൂറോസൊക്കെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ എം ലൈക്ക്, ഐ ഡോണ്ട് വോണ്ട് ടു സ്പെൻഡ് ദാറ്റ് മച്ച്. ഞാനപ്പോൾ ഒരു റെഗുലർ ക്യൂവിൽ നിന്നിട്ട് പോവാന്നുള്ളത് വിചാരിച്ചു. ഇത് തന്നെ ഒരു 2 hours ഒക്കെ എടുക്കുന്നതാണ് കേൾക്കുന്നത്, എത്ര സമയം. പക്ഷെ ഞാൻ ഐ എം സോ ഡിറ്റർമിൻഡ്. എത്ര സമയം എടുത്താലും എനിക്ക് വത്തിക്കാൻ മ്യൂസിയം കാണണം. കാരണം വേറെ എനിക്കിവിടെ ഫ്ലോറൻസിൽ പോയപ്പം ഉഫീസി ഗാലറി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ലൈനിൽ നിൽക്കാൻ പോയാൽ എനിക്ക് പിന്നെ വേറെ ഒന്നും നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനത് പോയില്ല. ആൻഡ് ഇവിടെ ഐ വാണ്ടഡ് ടു വിസിറ്റ് ദിസ് മ്യൂസിയം, എസ്പെഷ്യലി സിസ്റ്റീൻ ചാപ്പൽ. കാരണം അത് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊന്നും അവിടെ അലൗഡ് അല്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോപ്പിനെയും കാണണമെന്നുണ്ട്. എന്തായാലും നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും, എത്ര സമയം എടുക്കും എന്നുള്ളത്. ഞാൻ രാവിലെ എണീറ്റ് വന്നു, എൻ്റെ ഉറക്കമൊക്കെ കണ്ട് കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. കുറേ ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് മര്യാദയ്ക്ക് ലൈക്കിനോ അറിയാമല്ലോ. ലൈക്ക് ഫുഡൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ട്രാവലിങ്ങിനൊക്കെ കണക്കാണ്. വിശക്കുകയോ ഇല്ല, ഉറക്കമോ ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു ഇതാണ്. പിന്നെ ലെറ്റ്സ് സീ. ഇന്നത്തെ എൻ്റെ മെയിനായിട്ടുള്ള 2 കാര്യങ്ങളാണ് എനിക്കിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. 1 മ്യൂസിയം, 2 പോപ്പ്. സോ ലെറ്റ്സ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. കണ്ടോ, ഇതാണ് ഓഫ്ലൈനിലുള്ള ക്യൂ. ഇവിടെ ടിക്കറ്റ്സ് ഓൾറെഡി റിസർവ് ചെയ്തവർക്ക്, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് നിന്നൊക്കെ ടിക്കറ്റ് വാങ്ങിയവർക്ക് ഇവർക്ക് തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട്. സ്കിപ്പ് ദ ലൈൻ, ബ്ലാ ബ്ലാ ബ്ലാ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇഫ് യു വോണ്ട് ടു സ്പെൻഡ് സോ മച്ച്, നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. എനിക്കത്ര സ്പെൻഡ് ചെയ്യണ്ട. എനിക്ക് കാണണം, ബട്ട് എന്താ പറയുക, അതിൻ്റെ റെഗുലർ ചാർജ് കൊടുത്ത് കണ്ടാൽ മതി. ഇങ്ങനെ എക്സ്ട്രാ ട്രിപ്പിളത്തെ പ്രൈസ് ഒന്നും കൊടുത്ത് കാണണം എന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ റെഗുലർ ക്യൂവിലാണ് ഉള്ളത്. പിന്നെ വത്തിക്കാനിൽ വരുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഡ്രസ് കോഡ് ഫോളോ ചെയ്യാനുണ്ട്. ഡ്രസ് കോഡ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മുടെ ഷോൾഡേഴ്സും നീസും കവർ ചെയ്യുന്ന ഡ്രസ്സായിരിക്കണം ഇടേണ്ടത് എന്നുള്ളതുണ്ട്. ഇവിടെ മാത്രമല്ല, ജനറലി ഇൻ യൂറോപ്പിൽ റിലീജിയസ് പ്ലേസസിൽ അത് ഫോളോ ചെയ്യേണ്ടതാണ്. ബട്ട് എസ്പെഷ്യലി വത്തിക്കാൻ ഈസ് ലൈക്ക് ഇത് സെൻറ്റർ ആണല്ലോ, ലൈക്ക് റിലീജിയൻ പരമായിട്ടുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൈൻഡ് ഓഫ് ഫോളോ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഈവൺ ഇഫ് അവർ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ആരും ഒന്നും പറയുന്നതായിട്ടൊന്നും കണ്ടിട്ടുമില്ല. ബട്ട് ഓഫ് കോഴ്സ് റിലീജിയസ് പ്ലേസ് ആകുമ്പോൾ അതിൻ്റേതായ രീതിക്ക് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. ഇഫ് എനിവൺ ഡസൻറ്റ് നോ. ആൻഡ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ക്യൂ വളരെ പതിയാണ് മൂവ് ചെയ്യുന്നത്. നല്ല സമയം എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ 2 മണിക്കൂറിന് മേലെയായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി എനിക്ക് തോന്നുന്നു 1 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. അതിന് കൂടാതെ ഇപ്പോൾ മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഓൾറെഡി കോൾഡ് പിടിച്ചു യെസ്റ്റർഡേ. കാരണം എനിക്കൊന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ ചിങ്കിത്തറ എന്ന് പറഞ്ഞ പ്ലേസിൽ പോയപ്പം ഈ ബോട്ട് റൈഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രീസ്, കുറേ കാറ്റ് ചെവിയിൽ ഇതിലൊക്കെ അടിച്ച്, പിന്നെ കുറേ ജലാറ്റോസ് കഴിച്ചു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴേക്കും കൈൻഡ് ഓഫ് ഞാൻ സൈഡ് ആയെങ്കിലും ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ദിസ്. സോ 8 to 8 ആണ് ഇതിൻ്റെ ടൈമിംഗ് എങ്കിലും ഞാൻ എത്ര ലേറ്റായിട്ട് കയറാൻ പറ്റിയാലും ഞാൻ കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ മഴയത്ത് ഞാൻ 3.5 മണിക്കൂർ നിന്നിട്ടാണ് എനിക്കൊന്ന് വത്തിക്കാനിൽ കയറാൻ പറ്റിയത്. അതും ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടാണ് അത്രയെങ്കിലും നേരത്തെ കയറാൻ പറ്റിയത്. അല്ലെങ്കിൽ അപ്പോൾ കൂടെ എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നു. നോർമൽ ടിക്കറ്റിന് ചാർജ് 20 യൂറോസ് ആണ്. പക്ഷേ നമ്മൾ ഇതുവഴി സ്കിപ്പ് ദ ലൈൻ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഏജൻസി വഴി ഒക്കെ എടുക്കുവാണെങ്കിൽ അത് 60 യൂറോസ് ആവാം, 100 യൂറോസ് ആവാം. അവർക്ക് തോന്നിയ ചാർജായിരിക്കും.
ആൻഡ് ദേ വിൽ ട്രൈ ടു ബ്രൈബ് യു. കാരണം അവരിങ്ങനെ ചോദിക്കും, ഇത് വേണോ അത് വേണോ, ഓഫർ ഉണ്ട്. ഇനി ചിലപ്പം ബംഗ്ലാദേശീസ് ആയിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനീസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ഇന്ത്യൻസ് അല്ലേ എന്നൊക്കെ വന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടു നോക്കാം, ടിക്കറ്റ് തരാം. എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെ അബദ്ധം പറ്റിയതായിരുന്നു. അവസാനം അവർ അറിയില്ല, ചോദിച്ചു നോക്കട്ടെ ആർക്കെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നൈസായിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കും. വത്തിക്കാൻ മ്യൂസിയത്തിൽ കയറുമ്പോൾ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നല്ലൊരു സ്പൈറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ എല്ലാ മ്യൂസിയത്തിലും പോലെ കുറേ കാര്യങ്ങളൊക്കെ അവരവിടെ ഇങ്ങനെ ചൈനീസ് ഇൻഫ്ലുവൻസ്, ഇന്ത്യൻ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബോട്ട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മമ്മീസ്, അത് എനിക്ക് കുറച്ച് ടെറിഫയിങ് ആയിരുന്നു. അതൊക്കെ അവർ കുറച്ച് അവിടെ പ്രിസർവ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ക്യാച്ചി ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് സി അക്കോർഡിംഗ് ടു ഹിന്ദുയിസം നമുക്ക് കുറേ ഇങ്ങനെ ഹ്യൂമൻ ഗോഡ് അല്ലെങ്കിൽ കുറേ ആനിമൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗോഡ് ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ആൻഡ് അതുപോലെ ഇവിടെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടു. ആൻഡ് ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അത് മേ ബി ബിക്കോസ് ഈ പോളിത്തിസം ആ സമയത്തൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ലൈക്ക് ഒരു പീരീഡ് ലൈക്ക് ഇസ്ലാമിക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒക്കെ വരുന്നതിന് മുന്നേ അവരൊക്കെ ഈ പോളിത്തിസമാണല്ലോ എല്ലാവരും ബിലീവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. സോ മേ ബി ദാറ്റ് കുഡ് ബി എ റീസൺ. അതായിരിക്കും ഈ സിമിലാരിറ്റി തോന്നുന്നത്. ആൻഡ് ഈ റോമിൽ അല്ലെങ്കിൽ വത്തിക്കാനിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് എൻ്റെ അടുത്ത് സജഷൻ ചോദിക്കുവാണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഈ മ്യൂസിയം, വത്തിക്കാൻ മ്യൂസിയം എന്ന് പറയുന്നത് വർത്ത് വിസിറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് വത്തിക്കാൻ മ്യൂസിയത്തിനേക്കാളും എന്തുകൊണ്ടോ അറിയില്ല സിസ്റ്റീൻ ചാപ്പൽ എന്നും പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ് ഫുൾ ഉണ്ടായിരുന്നത്. സോ വത്തിക്കാൻ മ്യൂസിയം ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് അതിനേക്കാളും കൂടുതൽ എനിക്ക് സിസ്റ്റീൻ ചാപ്പലിൽ പോകാനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ആൻഡ് പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ ഈ മ്യൂസിയത്തിലും ലൈക്ക് അവരുടേതായ ഒരു റോമൻ ടച്ചുള്ള കുറേ ആർട്സ് കാണാൻ പറ്റും. കുറേ ലൈക്ക് ആർക്കിടെക്ചറൽ ലൈക്ക് കുറേ സ്റ്റാച്യൂസ് കാണാൻ പറ്റും, ഒരു ഗ്രീക്ക് മോഡലിലൊക്കെ ഉള്ളത്. പിന്നെ ഈ സംഭവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും അവിടെയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. ഇവരിങ്ങനെ കുറേ നിൽക്കും. സോ വി വർ തിങ്കിങ് ദാറ്റ് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളുടെ ഇമേജാണ് അവിടെ കാണുക എന്നുള്ളത്. പക്ഷേ അല്ല, അതിലിങ്ങനെ ഓരോ ആൾക്കാർ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ അടുത്ത്. സോ ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിലുള്ള കാര്യങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്പൈറൽ സ്റ്റെയർസ്. ഈസൻറ്റ് ഇറ്റ് ബ്യൂട്ടിഫുൾ? ഈ സിസ്റ്റീൻ ചാപ്പലിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്താ കണ്ടതെന്ന് വെച്ചാൽ, ഈ മൈക്കൽ ആഞ്ചലോൻ്റെ ഒക്കെ ആർട്ടുണ്ട് ഈ റിനൈസൻസ് പീരീഡിലുള്ള ദ ക്രിയേഷൻ ഓഫ് ആദം, ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അതൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. മ്യൂസിയം കഴിഞ്ഞിറങ്ങി ഞാൻ നേരെ പോയത് പോപ്പ് ഫ്രാൻസിസിന് ബോഡി വെച്ചേക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ചർച്ചിലാണ്. ഒരു വൃത്തികെട്ട ക്ലൈമറ്റ് ആയിരുന്നു. മഴ കഴിഞ്ഞതും ഭയങ്കര ചൂട് തുടങ്ങി. എനിക്കാണെങ്കിലും ഒന്നെങ്കിലേ കോൾഡാണ്, അതിൻ്റെ കൂടെ ഈ ക്ലൈമറ്റ് ചേഞ്ചും കൂടെ ആയപ്പോഴേക്കും നല്ല അവസ്ഥയായിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഐ വാസ് ഹാപ്പി ദാറ്റ് ഐ കുഡ് സീ ഹിസ് ബോഡി. കാരണം റോമിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് ഐ വോണ്ടഡ് ടു സീ ഹിസ് പബ്ലിക് അപ്പിയറൻസ്. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ നെറ്റിൽ സെർച്ചൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പിസ ടവറിലുള്ളപ്പോഴാണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയുന്നത്. ബട്ട് ഐ എം ഗ്ലാഡ് ദാറ്റ് എനിക്ക് അറ്റ്ലീസ്റ്റ് ബോഡിയെങ്കിലും കാണാൻ പറ്റിയെന്നുള്ളത്. സോ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടോ സ്കൈ, ദ ക്ലൈമറ്റ്. ഇത് ഞാൻ ഈസ്റ്റർ സമയത്ത് പോയത് കൊണ്ട് തന്നെ ഇത്രയ്ക്ക് ചൂടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് സോ ഗുഡ്. വൈകുന്നേരങ്ങളിലൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ക്ലൈമറ്റ് അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല. ആൻഡ് ഓൺ ദ ഫൈനൽ ഡേ ഞാൻ കൊളോസിയത്തിൽ പോയി, ഓൾസോ ടു ദ റോമൻ ഫോറം. സോ ഈ ദിവസം ലിബറേഷൻ ഡേ ആയിരുന്നു. സോ ലിബറേഷൻ ഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ദിവസം നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം, പക്ഷെ നിങ്ങളൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഫുള്ളി ഫ്രീ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്താണെങ്കിലും എനിക്ക് സമയം കളയണം, എനിക്ക് വൈകുന്നേരമാണ് ബസ്സുള്ളത്. ആൻഡ് ഐ വോണ്ടഡ് ടു സീ ഇൻസൈഡ് ദി കൊളോസിയം ആസ് വെൽ, ഓൾസോ റോമൻ ഫോറം. സോ ഞാൻ കുറച്ച് ക്യൂ നിന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവിടെയൊക്കെ കയറാൻ പറ്റി. പക്ഷെ അങ്ങനെ എല്ലാം മൂവിങ് ക്യൂ ആണ്, ലൈക്ക് വലിയ തിരക്കൊന്നും ഇല്ല. കൊളോസിയത്തിൻ്റെ അകത്ത് ഈ ഒരു സംഭവമാണ്. ഫുൾ പൊട്ടിപ്പൊടിഞ്ഞ ബിൽഡിംഗ് ആണെങ്കിലും അത് കാണാനൊരു ഭംഗിയൊക്കെയുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു ആംഫി തിയേറ്റർ, ആനിമൽ ഹൺസൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. പക്ഷേ അവരുടെ ആർക്കിടെക്ചർ അടിപൊളിയാട്ടോ.
ആൻഡ് ഹിയർ കംസ് മൈ ഫേവറേറ്റ് പ്ലേസ് ഈ റോം വിസിറ്റിലുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ റോമൻ ഫോറം. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ വേർഡ്സ്, പക്ഷേ അത് അത്രയും അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് മേ ബി എൻ്റെ വീഡിയോയിലൂടെ അത് മനസ്സിലാകുമായിരിക്കും. ഒരു ഫുൾ സിറ്റി അല്ലെങ്കിൽ ഫുൾ എംപയർ, എന്തെനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് തോന്നി, എന്നാൽ ഡിസോർഗനൈസ്ഡുമാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സോ നിങ്ങൾക്ക് ഞാനൊരു സജഷൻ തരുകയാണെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ടിക്കറ്റ് എടുത്ത് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് റോമൻ ഫോറത്തിൽ കയറണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൊളോസിയം കൂടെ ഞാൻ പറയില്ല, ബട്ട് ദിസ് ഇസ് സച്ച് എ വെരി 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 ബ്യൂട്ടിഫുൾ പ്ലേസ്. പിന്നെ എനിക്ക് അന്ന് വൈകുന്നേരമായിരുന്നു തിരിച്ചിട്ട് മിലാനിലേക്ക് ബസ് ഉണ്ടായിരുന്നത്. സോ അതുവരെ ഞാൻ അതിൻ്റെ അടുത്തുള്ള കുറച്ച് പാർക്കിൽ പോയി. പിന്നെ അരച്ചീനി സംതിങ് എന്തോ ആണ് ഓറഞ്ചിന് പറയുക, ബേസിക്കലി ഓറഞ്ച് ഗാർഡൻസ്. അവിടെ പോയി. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വെത്തിക്കാൻ സിറ്റി കാണുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു പ്ലേസ് ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ, അതിലൊരു ചെറിയ ഹോളുണ്ട്, ഒരു ഡോറിൻ്റെ അവിടെ. ആ ഹോളിലൂടെ നോക്കിയാൽ നമുക്ക് വെത്തിക്കാൻ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ക്യൂയിലൊക്കെ ഞാൻ പോയി നിന്നു. പക്ഷെ ലേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ആ ക്യൂ നീങ്ങുന്നില്ല. ഞാൻ വിചാരിച്ചു ഇപ്പം നീങ്ങും. പക്ഷെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കൊണ്ട് എനിക്കത് പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, ബട്ട് ഐ ട്രൈഡ്. സോ ഇതൊക്കെയാണ് എൻ്റെ റോമൻ വിശേഷങ്ങൾ. If you like my video, please do like, share and subscribe.